എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഗസ്റ്റ് മാസത്തിലെ സമഗ്രമായ ഗ്രഹമാറ്റങ്ങളും അത് കർക്കിടകൻ രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ആഗസ്റ്റ് മാസം കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണ്. എന്തുകൊണ്ടെന്നാൽ ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുന്നു, നിങ്ങളുടെ ലഗ്നാധിപൻ രാശി മാറുന്നുണ്ട്, മറ്റ് പ്രമുഖ ഗ്രഹങ്ങളെല്ലാം ഈ മാസം വലിയ രാശിമാറ്റങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇനി ആഗസ്റ്റ് മാസത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങളാണ് രാശി മാറുന്നതെന്ന് ആദ്യമേ നോക്കാം. ആഗസ്റ്റ് 16 വരെ നിങ്ങളുടെ സ്വന്തം രാശിയായ കർക്കിടകത്തിൽ സൂര്യൻ നിൽക്കുന്നു. അതിനുശേഷം ധനസ്ഥാനമായ ചിങ്ങൻ രാശിയിലേക്ക് ആ സൂര്യൻ രാശി മാറുന്നുമുണ്ട്. ചൊവ്വ മാസം മുഴുവൻ വ്യയസ്ഥാനമായ മിഥുനൻ രാശിയിൽ 12-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ബുധൻ മാസത്തിൻ്റെ ആരംഭത്തിൽ മിഥുനത്തിലും ആഗസ്റ്റ് 5-ന് കർക്കിടകത്തിലേക്കും ആഗസ്റ്റ് 22-ന് ചിങ്ങൻ രാശിയിലേക്കും രാശി മാറുന്നുണ്ട്. ശുക്രൻ കന്നി രാശിയിൽ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതുപോലെ ശനി ഭാഗ്യസ്ഥാനമായ മീനൻ രാശിയിൽ വക്രഗതിയിൽ നിൽക്കുന്നു. രാഹു അഷ്ടമസ്ഥാനമായ കുംഭത്തിലും കേതു ധനസ്ഥാനമായ ചിങ്ങത്തിലുമാണ് നിൽക്കുന്നത്. ഈ ഗ്രഹസ്ഥിതികൾ നിങ്ങളുടെ ആരോഗ്യം, സാമ്പത്തികം, തൊഴിൽ, കുടുംബജീവിതം, വിദ്യാഭ്യാസം എന്നിവയൊക്കെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ആദ്യമായി കർക്കിടകൻ രാശിക്കാരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ പരിശോധിക്കാം. ആഗസ്റ്റ് 16 വരെ സൂര്യൻ നിങ്ങളുടെ ലഗ്നത്തിൽ കർക്കിടകൻ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ശരീരത്തിന് പൊതുവെ ഊർജ്ജവും ഉന്മേഷവും ഒക്കെ അനുഭവപ്പെടും. എങ്കിലും രാശിയാധിപനായ ചന്ദ്രൻ്റെ ചലനങ്ങൾക്കൊപ്പം സൂര്യൻ്റെ ലഗ്നസ്ഥിതി ചിലരിൽ അല്പം ചൂട് സംബന്ധമായ അസ്വസ്ഥതകളെ, അല്ലെങ്കിൽ തലവേദന, അല്ലെങ്കിൽ കണ്ണിന് ചെറിയ ബുദ്ധിമുട്ടുകളെ ഒക്കെ ഉണ്ടാക്കിയേക്കാം. ചൊവ്വ 12-ാം ഭാവമായ മിഥുനൻ രാശിയിലൊക്കെ നിൽക്കുന്നതിനാൽ ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ഒക്കെ നിങ്ങളെ അലട്ടാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ ചിന്തകളൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അഷ്ടമത്തിൽ രാഹു 12-ലെ ചൊവ്വയും ഒക്കെ സാമ്പത്തികമോ മാനസികമായ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാക്കാം. അതുമൂലം മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കാം. അതിനൊക്കെ ഒരു മുൻകരുതൽ എടുക്കണം. എങ്കിലും ആഗസ്റ്റ് 5-ന് ബുധൻ ലഗ്നത്തിലേക്കൊക്കെ എത്തുന്നതോടെ തീരുമാനങ്ങളൊക്കെ കൃത്യമായി എടുക്കാനും ചിന്താഗതികളൊക്കെ പോസിറ്റീവായിട്ടൊക്കെ മാറാനും സാധിക്കുന്നതാണ്. അതുപോലെ ദിവസവും യോഗ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ യോഗ ചെയ്യുക. അതുപോലെ ധാരാളം വെള്ളമൊക്കെ കുടിക്കുക. രാത്രി വൈകിയുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുക. ഇതൊക്കെയാണ് അതിന് ചെയ്യാൻ പറ്റുന്ന പരിഹാര മാർഗ്ഗങ്ങൾ. ഇനി കർക്കിടകൻ രാശിക്കാരുടെ തൊഴിൽ രംഗത്തേക്ക് വന്നാൽ സമ്മിശ്രമായ ഫലങ്ങളാണ് നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്നത്. ആഗസ്റ്റ് 16 വരെയുള്ള സമയം സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നുമൊക്കെ നല്ല പിന്തുണയൊക്കെ ലഭിക്കുന്ന സമയമാണ്. നേതൃപാഠമൊക്കെ പുറത്തെടുക്കാൻ സാധിക്കുന്ന അവസരങ്ങളുണ്ടാകും. എന്നാൽ 12-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് കാരണം ജോലിസ്ഥലത്ത് അനാവശ്യമായ തർക്കങ്ങളിൽ ഇടപെടരുത്. നിങ്ങളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ മാസം വളരെ അനുകൂലമായ വാർത്തകളും ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി ബിസിനസ് രംഗത്തുള്ളവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. 3-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. അത് നിങ്ങളുടെ ആശയവിനിമയ ശേഷിയും ബിസിനസ് തന്ത്രങ്ങളുമൊക്കെ മെച്ചപ്പെടുത്തും. പുതിയ ഉപഭോക്താക്കളെയൊക്കെ ആകർഷിക്കാൻ സാധിക്കും. ബിസിനസ്സൊക്കെ വ്യാപിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗസ്റ്റ് 16-ന് ശേഷമുള്ള സമയം വളരെ അനുയോജ്യമാണ്. ആഗസ്റ്റ് 22-ന് ബുധൻ ചിങ്ങൻ രാശിയിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ വാക്സാമർത്ഥ്യമൊക്കെ വഴി പുതിയ കരാറുകളൊക്കെ ഒപ്പിടാനും ഒക്കെ പറ്റുന്നതാണ്. എന്നാൽ സാമ്പത്തിക നിക്ഷേപങ്ങളിൽ അല്പം ജാഗ്രത പാലിക്കേണ്ടതാണ്. ഇനി ധനസ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആഗസ്റ്റ് മാസം കർക്കിടകൻ രാശിക്കാർക്ക് വരുമാനവും ഒപ്പം ചിലവുകളും വർദ്ധിക്കുന്ന ഒരു മാസമായിരിക്കും. ആഗസ്റ്റ് 16-ന് രവി 2-ാം ഭാവമായ ചിങ്ങൻ രാശിയിലേക്കൊക്കെ മാറുന്നതോടെ ധനവരവിലൊക്കെ പുരോഗതിയൊക്കെ ദൃശ്യമാകും. കുടിശ്ശിക കിട്ടാനുള്ള പണമൊക്കെ ലഭിക്കുന്നതുമാണ് ഈ സമയത്ത്. 12-ാം ഭാവത്തിൽ ചൊവ്വ അപ്രതീക്ഷിത ചിലവുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വീട് പണി, വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെയൊക്കെ ആരോഗ്യകാര്യങ്ങൾക്കായിട്ടൊക്കെ പണം ചിലവഴിക്കേണ്ടതായും വന്നേക്കാം. 2-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതിനാൽ പണമിടപാടുകളിലൊക്കെ വളരെയധികം സൂക്ഷ്മത വേണം. അതുപോലെ ആർക്കും ജാമ്യം നിൽക്കാനോ വലിയ തുകകളൊക്കെ കടം കൊടുക്കാനോ ഈ മാസം തുനിയുകയും വരുത്. നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ വിദഗ്ധരുടെ ഉപദേശമൊക്കെ തേടുന്നത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യുന്നതാണ്. ഇനി കുടുംബജീവിതത്തിലേക്ക് കടന്നാൽ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷമൊക്കെ നിലനിൽക്കും. എങ്കിലും 2-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് 22-ന് ശേഷമുള്ള
രവിബുധ യോഗമൊക്കെ കാരണം സംസാരിക്കുമ്പോഴൊക്കെ വാക്കുകളൊക്കെ സൂക്ഷിച്ചുപയോഗിക്കണം. അല്ലാത്തപക്ഷം ചെറിയ കാര്യങ്ങൾക്ക് പോലും കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ കാരണമാകാം. പ്രണയിക്കുന്നവർക്ക് ഈ മാസം നല്ല ഫലങ്ങൾ ലഭിക്കും. പരസ്പര ധാരണയൊക്കെ വർദ്ധിക്കും. വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതി വളരെയധികം അനുകൂലമാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ വിദ്യാർത്ഥികൾക്ക് ഈ മാസം മികച്ച പഠനാന്തരീക്ഷമൊക്കെ ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് ആഗസ്റ്റ് 5 ബുധൻ ലഗ്നത്തിലൊക്കെ എത്തുന്നതോടെ ഏകാഗ്രതയും ഓർമ്മശക്തിയും ഒക്കെ വർദ്ധിക്കുന്നതാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അവരുടെ കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ഒരു ഫലം ലഭിക്കുന്നതാണ്. ഇനി കർക്കിടകൻ രാശിയിൽ വരുന്ന ഓരോ നക്ഷത്രക്കാരുടെയും സെപ്പറേറ്റ് ഫലങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യം പുണർദത്തിൻ്റെ കാൽഭാഗം. സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ നീട്ടിവെച്ച കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്തെ അനുകൂലമായ മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പൂയംകാർക്ക് തൊഴിലിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധയൊക്കെ പുലർത്തണം. സാമ്പത്തിക അച്ചടക്കമൊക്കെ പാലിക്കുന്നതും നന്നായിരിക്കും. ഐല്യംകാർക്ക് കലാകായിക രംഗത്തുള്ളവർക്ക് അംഗീകാരമൊക്കെ ലഭിക്കും. യാത്രകൾ കൊണ്ട് ഗുണമൊക്കെ ഉണ്ടാകും. വാഗ്ദാനങ്ങളൊക്കെ നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ഗുണദോഷ സമ്മിശ്രമായ ആഗസ്റ്റ് മാസത്തിലെ കർക്കിടകൻ രാശിക്കാരെ എന്തെങ്കിലും ദോഷമൊക്കെ ഉണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ലഗ്നാധിപനായ ചന്ദ്രൻ്റെ പ്രീതിക്കായിട്ട് തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ നടത്തുക. ശിവന് ധാര അല്ലെങ്കിൽ പിൻവിളക്കൊക്കെ വഴിപാട് കഴിക്കുന്നത് ഉത്തമമാണ്. അതുപോലെ 12 ചൊവ്വയുടെ ദോഷപരിഹാരത്തിനായി ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാടുകളൊക്കെ കഴിക്കുക. അതുപോലെ ബുധൻ്റെയും ശനിയുടെയും ഒക്കെ അനുകൂലതയ്ക്കായിട്ട് ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നതും നന്നായിരിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.